ഉയിർപ്പ് കാലം 6-ാം ബുധൻ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 24 വരെയും 35 മുതൽ 43 വരെയുമുള്ള വാക്യങ്ങളുടെ വിശകലനം. ജയറോസിന്റെ മകളെ ഉയിർപ്പിക്കുന്നു. തൻ്റെ ഏകമകൾ ആരാലും സുഖപ്പെടുത്താൻ കഴിയാത്ത ഗുരുതരമായ രോഗത്തിന് അടിമപ്പെട്ട് മരണത്തോട് മല്ലടിക്കുമ്പോൾ യേശുവിനെ തേടി വരുന്ന സിനഗോഗ് അധികാരി ജയറോസിനെ നാം ഇന്ന് കണ്ടുമുട്ടുന്നു. അവൻ ആകെ അസ്വസ്ഥനാണ്. സിനഗോഗിൽ നിന്നും തങ്ങൾ പുറത്താക്കിയ യേശുവിനെയാണ് അവൻ സമീപിക്കുന്നത്. എന്നാൽ അവൻ്റെ അപേക്ഷ കേട്ട് അക്ഷോഭ്യനായി അവൻ്റെ വീട്ടിലേക്ക് യേശു യാത്രയാവുകയാണ്. തിങ്ങി നടന്നിരുന്ന ജനങ്ങളെ കൊണ്ട് അവന് മുന്നോട്ട് നീങ്ങുവാൻ പോലും സാധിക്കുന്നില്ല. ഇത് കാണുമ്പോൾ ജയറോസിൻ്റെ ഉള്ളിൽ തീയാണ്. കാരണം യേശു വൈകുന്ന ഓരോ നിമിഷവും അത്ര പ്രാധാന്യമേറിയതാണ്. അപ്പോഴാണ് രക്തസ്രാവക്കാരിയുടെ രംഗപ്രവേശനം. അതിൻ്റെ പേരിൽ വീണ്ടും കുറേ സമയം എടുത്തു കാണും. അപ്പോഴതാ അവൻ ഭയപ്പെട്ടതുപോലെ കുഞ്ഞു മരിച്ചുപോയി എന്ന വാർത്തയുമായി ചിലർ വീട്ടിൽ നിന്ന് എത്തിച്ചേരുന്നു. അതോടെ സിനഗോഗ് അധികാരി തളർന്നവശനായി. ഇനി ഗുരുവിന് പോലും സഹായിക്കാൻ പറ്റില്ല എന്നവൻ ചിന്തിച്ചു. അപ്പോൾ തകർന്ന ഏത് ഹൃദയത്തെയും ഏതവസ്ഥയിലും സഹായിക്കാൻ മുന്നിട്ട് വരുന്ന യേശുവിൻ്റെ കരുണ പറയുന്നു. ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ലോക അവസാനം വരെ ലോകത്തോട് യേശുവിന് പറയാനുള്ള വാചകമാണിത്. വിശ്വസിക്കുക, എല്ലാം സാധ്യമാകും. ആ വീട്ടിലെത്തിയപ്പോൾ കരയുകയും വിലപിക്കുകയും ചെയ്യുന്നവരോട് കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ് എന്ന് പറയുന്ന യേശുവിനെ എല്ലാവരും പരിഹസിച്ചു. യേശുവിനെയും അവനിൽ വിശ്വസിക്കുന്നവരെയും പരിഹസിക്കുന്നവരുടെയും പീഡിപ്പിക്കുന്നവരുടെയും എണ്ണം ഇന്നും വർധനമാവുകയാണ്. പക്ഷേ അവസാനം എല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് യേശുവും അവൻ്റെ നാമവും വിജയം നേടും.